بسم الله الرحمن الرحيم أين الذين تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച പാവങ്ങളെവിടെ? സഹോദരാ, ദുനിയാവിൽ നാം അവർക്കൊരു സ്ഥാനമാനം നൽകിയിട്ടുണ്ടായിരുന്നില്ല, ആദരവ് നൽകിയിട്ടുണ്ടായിരുന്നില്ല, ആരും അവരെ പരിഗണിച്ചിരുന്നില്ല. അതേ സമയത്തേതാ കിടുകിടെ വിറക്കുന്ന മരുങ്കോച്ചുന്ന തണുപ്പിൽ പാതിരാത്രി പടച്ച റബ്ബിനെ പേടിച്ച് റബ്ബിന്റെ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ച് റബ്ബിന്റെ ശിക്ഷയെ ഭയപ്പെട്ട് എഴുന്നേറ്റ് നിസ്കരിച്ച ചെറുപ്പക്കാരുണ്ടോ? പ്രായമുള്ളവരുണ്ടോ? ഉമ്മമാരുണ്ടോ? അവരൊക്കെ അർശിന്റെ ഭാഗത്തേക്ക് കുതികുതിക്കുന്നു. ഹിസാബ് കൂടാതെ സ്വർഗത്തിലെത്തുന്നു. വിചാരണ കൂടാതെ പടച്ച റബ്ബിന്റെ ഹിസാബ് കൂടാതെ സ്വർഗത്തിലെത്താൻ പറ്റുന്ന വലിയ ഒരു ഇബാദത്താണ് രാത്രിയിലെ നിസ്കാരം. രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് പടച്ച റബ്ബ് ഹിസാബില്ലാതെ സ്വർഗപ്രവേശനം നൽകുന്നു. തീർന്നില്ല, 10 ആയത്ത് ഓതിയിട്ട് ആരെങ്കിലും രാത്രിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മൻ സ്വല്ലാ ബി അശ്രി ആയാത്തിൻ, 10 ആയത്തോതി രാത്രിയിൽ ഒരാൾ നിസ്കരിച്ചാൽ, തഹജ്ജുദ് നിസ്കരിച്ചാൽ, കുതിബ ലഹു ബറാഅത്തും മിനൻ നിഫാഖ്, അവൻ നിഫാഖോടുകൂടി മരിക്കുകയില്ല. തികഞ്ഞ ഈമാനോട് മുസ്ലിമായിട്ടേ മരിക്കുകയുള്ളൂ. മുസ്ലിമായി മരിച്ചാൽ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു പാപങ്ങൾ പൊറുത്തു കൊടുക്കുന്നു. മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തആല ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുന്നു. ജീവിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങളെ പ്രാർത്ഥന അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് മുഴുവനും ആവശ്യമാണ് മുസ്ലിമായിട്ട് മരിക്കുക. മുസ്ലിമായി മരിച്ചു കിട്ടാൻ ഉറപ്പായ കാര്യമാണ് രാത്രിയിൽ 10 ആയത്ത് ഓതിയിട്ട് തഹജ്ജുദ് നിസ്കരിക്കുക. 7 ആയത്ത് ഫാത്തിഹ സൂറത്തിലുണ്ട്. 3 ആയത്ത് ഇന്നാഴ്ത്തൈനാക സൂറത്ത് ഓതിയാൽ അത് നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. അതുകൂടി ഞാൻ ഒരൊറ്റ കാര്യം കൂടി അതിന്റെ ഹദീസിന്റെ ഒരു ബാക്കി ഭാഗം കൂടി പറയുന്നു. അതേ സമയത്ത് 100 ആയത്ത് ഓതിയിട്ട് രാത്രി ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ, 100 ആയത്ത് ഓതി രാത്രി ഒരാൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി റളിയല്ലാഹു അൻഹു തിബിയാനൊക്കെ പറയുന്നത് കാണാം, ഒറ്റ റക്അത്തിൽ ഖത്ം മുഴുവൻ ഖുർആൻ മുഴുവനും ഓതി തീർത്ത ആളുകൾ ധാരാളമുണ്ട്. അതിൽപ്പെട്ട ആളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. അവരൊക്കെ ഒറ്റ റക്അത്തിൽ ഖുർആൻ മുഴുവനും ഓതി തീർത്ത മഹാന്മാരാണ്. അതേ സമയത്ത് 100 ആയത്ത് ഓതി നിസ്കരിക്കാൻ കഴിഞ്ഞാൽ യാസീൻ സൂറത്ത് അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല, യാസീൻ അറിയാത്ത സഹോദരിമാരുണ്ടാവില്ല. 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്തോതി, അതിനുശേഷം യാസീൻ സൂറത്തോതി. 83 ആയത്ത് യാസീൻ സൂറത്തിലുണ്ട്. 90 ആയത്തായില്ലേ? 2ാമത്തെ റക്അത്തിൽ ഒരു ഫാത്തിഹ സൂറത്തും അതിന്റെ പുറമെ ഒരു ഇന്നാഴ്ത്തൈനാക്കൽ കൗസർ എന്ന സൂറത്തും ഓതി 2 റക്അത്ത് നിസ്കരിച്ചാൽ കുതിബ ലഹു ബറാഅത്തും മിനൽ ഗാഫിലീൻ, അവരിൽ നിന്നും ബോധമുള്ളവരെ കൂട്ടത്തില, മതബോധമുള്ളവരെ കൂട്ടത്തില, അല്ലാഹുവിനെ കുറിച്ച് ബോധമുള്ളവരെ കൂട്ടത്തില, ശ്രദ്ധയുള്ളവരെ കൂട്ടത്തില, അല്ലാഹുവിനെ കുറിച്ച് ശ്രദ്ധയുള്ള മതബോധമുള്ള ആളുകളെ കൂട്ടത്തിലായി ജീവിച്ചു മരിക്കാൻ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് 100 ആയത്തോതി നിസ്കരിക്കുക, യാസീൻ ഓതി നിസ്കരിക്കുക. ഉമ്മമാരെ, സഹോദരന്മാരെ, അത്തായത്തിന് വേണ്ടിയിട്ട് അരമണിക്കൂർ മുമ്പ് നമ്മൾ എഴുന്നേൽക്കുമല്ലോ. അത്തായത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത്
ഒരു 10 മിനിറ്റ് കൂടി മുമ്പ് എഴുന്നേറ്റാൽ അത്താഴത്തിന് വേണ്ടി ശരിക്കും മുഖം കഴുകുമല്ലോ, ബ്രഷ് ചെയ്യുമല്ലോ. കൂട്ടത്തിൽ ഒരു കുറ്റം തീർന്ന വുദുവെടുത്താളാ, ഒരു പരിപൂർണമായ വുദുവെടുത്താളാ, വുദുവെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചാളാ, നിസ്കരിക്കുമ്പോ ഈ പറഞ്ഞ യാസീനോദിക്കാളാ. മോനെ, ഈ 30 നോമ്പ് കഴിയുമ്പോഴേക്ക് നിന്റെ മനസ്സൊക്കെ ക്ലിയറാകുന്നതാ, ഹൃദയശുദ്ധിയുള്ളവനാകുന്നതാ, നിനക്ക് വല്ലാത്ത അല്ലാഹു തആലയെ കുറിച്ചുള്ള ബോധം നിന്റെ മനസ്സിൽ വരുന്നതാ. ചെയ്തുകൂടെ? ഒരു യാസീൻ ഓതിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കാനാണോ ഇത്ര പ്രയാസം? നിങ്ങളോർത്ത് നോക്ക്, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ചിട്ട് രാത്രി തീരെ ഉറങ്ങാത്ത മുസ്ലിമീങ്ങളില്ലേ? കഴിഞ്ഞുപോയവരെങ്ങനെയല്ലേ? രാത്രിയിലാണല്ലോ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ നല്ല സമയം. നിങ്ങളോർത്ത് നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ജമാല് പ്രകടമാകുന്ന സമയമാണ് രാത്രി, റബ്ബിന്റെ ജലാല് പ്രകടമാകുന്ന സമയമാണ് പകല്. അതുകൊണ്ട് ആ പകലുള്ള നിസ്കാരമൊക്കെ പതുക്കയോതുന്നത് അല്ലാഹുവിന്റെ ഗൗരവം പ്രകടിപ്പിക്കുന്ന സമയമാണ് പകൽ സമയം. ആ ഗൗരവം പ്രകടിപ്പിക്കുന്ന സമയത്ത് പടച്ച റബ്ബിനോട് ഉറക്കെ പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് പകലുള്ള നിസ്കാരങ്ങളൊക്കെ പതുക്കയോതി നിസ്കരിക്കുന്നത്. അതേ സമയത്ത് രാത്രിയിൽ പടച്ച റബ്ബിന്റെ ജമാലാണ് പ്രകടമാകുന്നത്. നിങ്ങളിൽ ഒരാളെപ്പോലെ സൃഷ്ടികളിലേക്ക് റഹ്മത്ത് കൊണ്ട്, സ്നേഹം കൊണ്ട് റബ്ബ് അടുത്തു വരുന്ന, ഇറങ്ങി വരുന്ന സമയമാണ്. അതുകൊണ്ടല്ലേ റബ്ബിനോട് ഉറക്കെ ഓതി നിസ്കരിക്കുന്നത്. അതുകൊണ്ട് സഹോദരാ, പടച്ച റബ്ബിന്റെ ജമാല് മനസ്സിലാക്കി, അനുഗ്രഹം മനസ്സിലാക്കിയിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിച്ചോ, നിന്റെ മനസ്സൊക്കെ ക്ലിയറാകുന്നതാ. അത്താഴ സമയത്തുള്ള വിനയത്തോടുകൂടെയുള്ള നിന്റെ പ്രാർത്ഥന, ആരോടും നിന്റെ സങ്കടങ്ങൾ പറയാറുണ്ട്, എല്ലാവരോടും പ്രശ്നങ്ങൾ പറയാറുണ്ട്. നിന്നെ സൃഷ്ടിച്ച മഹാനായ റബ്ബുൽ ഇസ്സത്ത് നിന്റെ കാര്യങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടി, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നതിന് വേണ്ടി, നിന്റെ പ്രാർത്ഥനകൾ കേട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം താല്പര്യത്തോടെ കാത്തിരിക്കുന്ന സമയമാ. അതുകൊണ്ട് പതിരാക്കെഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്തോ. സൽജനങ്ങളോടൊന്നിച്ച്, മുഅ്മിനീങ്ങളോടൊന്നിച്ച്, നല്ലവരോടൊന്നിച്ച്, സാലിഹീങ്ങളോട് കൂടെ ഇരിക്കുക, ഖുർആൻ ഓതുന്നവരെ കൂടെ ഇരിക്കുക, പ്രാർത്ഥിക്കുന്നവരെ കൂടെ ഇരിക്കുക, ഇൽമു പറയുന്നവരെ കൂടെ ഇരിക്കുക. സൽജനങ്ങളോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് നിന്റെ മനസ്സൊക്കെ ക്ലിയറാകുന്നതാണ്, ഇടപഴകുന്നതുകൊണ്ട് ഹൃദയം ശുദ്ധിയാകുന്നതാണ്. ഈ 5 മരുന്ന് കൃത്യമായി റമളാൻ 1 മുതൽ നിങ്ങൾ സേവിക്കാൻ തുടങ്ങിയാൽ മുസ്ലിമീങ്ങളെ, റമളാൻ തീരുമ്പോഴേക്ക് വലിയ മാറ്റങ്ങളുണ്ട്.